നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജനുവരി 14 8 AM മകരരവി സംക്രമം നടന്നു. മകരസംക്രാന്തി അഥവാ മകരപ്പൊങ്കൽ ഉത്തരായണ കാലം ആരംഭിക്കുന്ന സമയം. ഈ സമയത്ത് ഉത്സവാഘോഷങ്ങളും പലവിധ മംഗളകർമ്മങ്ങളും സാധ്യതയുള്ള കാലമാണ്. പൊതുവെ പറഞ്ഞാൽ തൊഴിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. ഇനി 1200 ആണ്ട് മകരമാസത്തിൽ 27 നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവത്തിലും, കുജൻ മിഥുനത്തിലും, കേതു കന്നിയിലും, ബുധൻ ധനുവിലും, രവി മകരത്തിലും, കുംഭത്തിൽ ശുക്രനും ശനിയും, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. എന്നാൽ മകരം 8 ചൊവ്വ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ബുധനാകട്ടെ മകരം 11 മകരം രാശിയിലേക്കും പിന്നീട് മകരം 29 കുംഭം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. മകരം 15 ശുക്രൻ മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഈ മാസത്തെ സംക്രമണവും കണക്കിലെടുത്ത് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 1200 ആണ്ട് മകരമാസത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ചകൾ ഉണ്ടാകാനും സാധ്യതയുള്ള മാസക്കാലമാണ്. പ്രൊഫഷണൽസിന് ഗുണകരമാണ്. ധാരാളം ഉത്തരവാദിത്വങ്ങൾ വഹിക്കേണ്ടതായി വന്നേക്കാം. സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഉയർച്ചകൾ, പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുമെങ്കിലും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. അവരുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും അവരുടെ കുടുംബപരമായ കാര്യങ്ങൾക്കും നമ്മുടെ സഹായം ആവശ്യമായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് മത്സരബുദ്ധി വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ആ ധനം കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനും ആകും. ഞാൻ എന്ന ഭാവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയുമായി നല്ല സ്നേഹബന്ധം പങ്കിടാൻ അവസരങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സമാധാനക്കുറവ്, കുടുംബപരമായ ചില ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. മാനസിക പ്രയാസങ്ങളും വർദ്ധിക്കും. ശ്രദ്ധിക്കുക. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മാസത്തിലൊരിക്കൽ ദേവിക്ക് കടുംപായസം സമർപ്പിച്ചും മുന്നോട്ടു പോവുക. ഇടവക്കൂർ, കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ തൊഴിലിൽ ഉയർച്ച അനുഭവപ്പെടും. പുതിയ തൊഴിലന്വേഷകർക്കും ഗുണപ്രദമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മതപരമായ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നതാണ്. തത്വചിന്തകൾ വർദ്ധിക്കും. മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പ്രകടിപ്പിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല ഗുണനിലവാരം ഉണ്ടാകുന്നതാണ്. വിദേശ പഠനം സാധ്യമാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഈ മാസക്കാലത്ത് പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചയും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചകളും ഉണ്ടാകുന്നതാണ്.
നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അതിന് പരിഹാരം കാണാനാകും. ചില സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്താൽ എല്ലാത്തിനും പരിഹാരം കാണാനും ആകും. അപ്രതീക്ഷിതമായ ധനാഗമനങ്ങൾക്കും ധനച്ചിലവുകൾക്കും സാധ്യതയുണ്ട്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഏതൊരു പ്രശ്നമായാലും അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് ഭഗവതി സേവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ കർമ്മരംഗത്ത് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുന്നതാണ്. ഏതൊരു പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടാലും അവ ഉൾക്കൊണ്ട് പരിഹരിക്കപ്പെടും. സഹോദരങ്ങളും അയൽവക്കക്കാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ശത്രുശല്യം വർദ്ധിക്കും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. തൊഴിലിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനും ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ കൊയ്യാനാകും. കുടുംബത്ത് വസ്തു സംബന്ധമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയരുന്നതാണ്. സഹോദരങ്ങളുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചികിത്സകൾ തേടേണ്ടതായി വന്നേക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് 1200 ആണ്ട് മകരമാസത്തിൽ ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. മുന്നിൽ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും. എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പണം കടം കൊടുക്കരുത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദമ്പതി സൗഖ്യം കുറയാം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്താൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ കാലതാമസം നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനാഗമനത്തിനും ധനച്ചിലവുകൾക്കും ഇടയാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. ഉറ്റവർക്കായി ഒരു ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും പക്കപ്പിറന്നാളിന് ഭഗവതി സേവയും സമർപ്പിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം,
ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ ഏതൊരു പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും. തൊഴിലിടത്ത് കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കും. താൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഉന്മേഷത്തോടുകൂടി ചെയ്തു തീർക്കാനാകും. വ്യവഹാരങ്ങളിൽ വിജയിക്കാനാകും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. ആരോഗ്യ സംബന്ധമായ മേഖലയിൽ സേവനം ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ധനപരമായ ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പണം കടം കൊടുക്കരുത്. കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് വിജയം കാണാനാകും. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചതി, വഞ്ചന എന്നിവയിൽ അകപ്പെടാൻ ഇടയുണ്ട്. സർക്കാർ സംബന്ധമായ രേഖകൾ ലഭിക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയുണ്ട്. അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. അപ്രതീക്ഷിതമായി ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരിക്കും ചിലവുകൾ വന്നുപെടുന്നത്. വിദേശയാത്ര തരപ്പെടാം. ദൂരദേശ യാത്രകൾക്ക് ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ലോണുകൾക്ക് അനുമതി ലഭിക്കും. വ്യവഹാരങ്ങൾക്ക് വിജയം കണ്ടെത്തുന്നതിനായി ധനച്ചിലവുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും ആകും. വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. രോഗശമനം ഉണ്ടാകും. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും. പലവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തിയെടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും. ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും. വിദേശ പഠനത്തിനും അനുകൂലമാണ്. വിദ്യാർത്ഥികളാകട്ടെ കഠിന പ്രയത്നം കൊണ്ട് പോരാടി വിജയിക്കുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുന്നതാണ്. മാനസിക പ്രയാസങ്ങൾ കുറഞ്ഞു വരും. സന്താനങ്ങളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ശത്രുശല്യം വർദ്ധിക്കാം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്തും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് ഈ മകരമാസം. സന്താനങ്ങളുടെ പലവിധ നിയമപ്രശ്നങ്ങളിലൂടെ മുന്നോട്ടു പോകേണ്ടതായി വരും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ സമർപ്പിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ധനവർദ്ധവിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നതാണ്. കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതലും കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുന്നതുമാണ്. തൊഴിലിടത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ്. സർക്കാർ ജോലി ലഭിക്കാനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കും ഗുണപ്രദമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും.
പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അവ നടപ്പിലാക്കി മുന്നോട്ടു പോകാനും ആകും. മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. കഠിന പ്രയത്നത്തിന് അംഗീകാരം ലഭിക്കുന്നതാണ്. ഏറ്റെടുത്ത ഏതു പ്രവർത്തനമായാലും വിജയകരമായി പൂർത്തീകരിക്കാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അവയിൽ നിന്നെല്ലാം നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. എല്ലാ കാര്യത്തിലും രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടു പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അമ്മയിൽ നിന്നും ധനനേട്ടങ്ങൾക്ക് ഇടയാകും. മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. അതുവഴി ആശ്വാസമുണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനും ആകും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വൃശ്ചികക്കൂറ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. ശത്രുശല്യം കുറയാം. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും മനസ്സ് നിറയെ ആശയങ്ങളും അവയ്ക്കെല്ലാം അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. പലവിധ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആശയവിനിമയങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും അയൽവക്കക്കാരുമായും യോജിച്ച് മുന്നോട്ടു പോകാനാകും. യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ടു പോകാനാകുന്നതാണ്. കർമ്മരംഗത്ത് ധനനേട്ടം, ഉന്നത പദവി, ശത്രുത വന്നുപെടാനും ഇടയുണ്ട്. കേസുകളോ പലവിധ വ്യവഹാരങ്ങളോ ഏർപ്പെടാൻ ഇടയുണ്ട്. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കരുത്. അത് ഉത്തമമല്ല. മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും നല്ല ഗുണനിലവാരം ഉണ്ടാകുന്നതാണ്. വിദേശത്തും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ കാലതാമസം നേരിടും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സമർപ്പിക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ തൊഴിൽ സംബന്ധമായി പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ധനപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുന്നതാണ്. കുടുംബത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾക്കും ഇടയാകും. അച്ഛനിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നത് വഴി നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. റിസ്ക്കുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമല്ല. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. അതിനാൽ ധനച്ചിലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. സ്വത്ത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മുൻകോപം ഒഴിവാക്കി ഞാൻ എന്ന ഭാവം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. തൻ്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുമെങ്കിലും വിവാദ വിഷയങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉന്നയിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു മാത്രം നടത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം വിവാദങ്ങൾക്ക് വഴിതെളിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിദേശ പഠനവും സാധ്യമാകും. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മുതിർന്നവരുമായുള്ള ആശയവിനിമയം ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയും വന്നുപെടാം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം, ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടമുണ്ടാകും. ധർമ്മചിന്തയോടെ നിയമാനുസൃതം മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. അധികാരപ്രാപ്തി, ഉന്നതി എന്നിവ ഉണ്ടാകുന്ന മാസക്കാലമാണ്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും പരിവർത്തനമുണ്ടാകാനും ഇടയുണ്ട്. ആത്മീയത വർദ്ധിച്ചു വരും. കുറ്റാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞന്മാർക്കും നേട്ടങ്ങൾ ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകാനാകും. സ്വത്ത് ലഭിക്കാനിടയുണ്ട്. കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ മാനസിക പ്രയാസങ്ങളും വർദ്ധിക്കുന്നതാണ്. ശത്രുതാ മനോഭാവം ഉള്ളവരെ ഒഴിവാക്കി മുന്നോട്ടു പോയാൽ നന്നായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകേണ്ടതാണ്. ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ എന്ന ഭാവം ഉടലെടുത്ത് പ്രശ്നങ്ങളിലേക്ക് പോകരുത്. അസൂയ, കുശുമ്പ്, ശത്രുത എന്നിവ ഒഴിവാക്കി മുന്നോട്ടു പോയാൽ ഗുണപ്രദമാകും. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും അനിവാര്യമാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം. തന്നെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അനുഭവങ്ങൾ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്തും ചില പാളിച്ചകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ഒരു ആശുപത്രിവാസവും കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അലട്ടാം. ഉഷ്ണരോഗം, ത്രോട്ട് ഇൻഫെക്ഷൻസ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. മഹാദേവന് ധാര സമർപ്പിക്കുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ കുടുംബത്ത് നല്ല സമാധാനം പ്രതീക്ഷിക്കാം. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദേശയാത്രയും തരപ്പെടുന്നതാണ്. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോയാൽ പ്രയാസങ്ങൾ കുറഞ്ഞു നിൽക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ധനച്ചിലവുകൾക്കും സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതാ മനോഭാവം ഉടലെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകുന്നതിന് കാലതാമസം നേരിടുന്നതാണ്. നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചില ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം കാലതാമസം നേരിടുന്നതാണ്. സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം. പണം കടം കൊടുക്കരുത്. ധനനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബ ചിലവുകളും വർദ്ധിക്കും. ശത്രുശല്യം വർദ്ധിക്കാം. പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. തന്നെ മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടാനും ഇടയുണ്ട്. കടബാധ്യതകൾ കുറഞ്ഞു വരാൻ ഇടയുണ്ട്. കഠിന പ്രയത്നത്താൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്.
വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് കഠിനാധ്വാനത്താൽ മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. കാൽപാദങ്ങൾക്ക് വേദന, കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം, ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് മകരമാസത്തിൽ പല ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കാര്യക്ഷമത വർദ്ധിച്ചു നിൽക്കും. യഥാസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും പലവിധം നേട്ടങ്ങൾക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ആകും. ടീം വർക്ക് ഗുണപ്രദമാകും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂട്ടായ ശ്രമം കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്ത് സമാഗമം, സാമൂഹ്യ ബന്ധങ്ങൾ വഴി നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനും ആകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുക്കളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും. കർമ്മരംഗത്ത് കേസുകളോ വ്യവഹാരങ്ങളോ ഉണ്ടായിട്ടുള്ളവർക്ക് അവയിൽ നിന്നും വിജയം കാണാനാകും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും സ്ഥാനക്കയറ്റം, ഉയർന്ന ശമ്പളം, ഉത്തരവാദിത്വ കൂടുതൽ എന്നിവ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കേണ്ടി വരും. പുതിയ തൊഴിലവസരങ്ങളും വന്നു ചേരും. പുതിയ സൗഹൃദങ്ങളും ഉടലെടുക്കും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകാം. സഹോദരങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. രോഗശമനം പ്രതീക്ഷിക്കാമെങ്കിലും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.